മലപ്പുറത്ത് MVD ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്താണ് മരിച്ചത്. തന്റെ മരണത്തിന് ഉത്തരവാദി മോട്ടോർ വാഹന വകുപ്പെന്ന് ആരോപണം. ആത്മഹത്യാക്കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതിന് ശേഷമായിരുന്നു ആത്മഹത്യ. ഓട്ടോയുടെ ഫിറ്റ്നസിനായി ഏജന്റ് വഴിയല്ലാതെ നേരിട്ട് MVDയെ ബന്ധപ്പെട്ടപ്പോൾ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചെന്നും കുറിപ്പിലുണ്ട്. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, ഏത് RTO, ഏത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്? വലിയ കെട്ടിടത്തോളം വല്ലാത്ത ചതിയാണ്, വല്ലാത്ത ദുരന്തമാണിത്. അതായത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരം ഈ ഓട്ടോയ്ക്ക് ഫിറ്റ്നസ് നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ 820ഓളം സിവിൽ സ്കോർ ഉണ്ടായിരുന്ന ആളായിരുന്നു, കൃത്യമായി ഈ ലോണുകൾ അടയ്ക്കുന്ന ആളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മനം മടുത്ത് മറ്റൊരാൾക്ക് ഈ അനുഭവം ഉണ്ടാകരുതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അടക്കം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? ഏത് RTOയിലാണ് ഇത്തരത്തിൽ ഈ ഫിറ്റ്നസ് നിഷേധിച്ചത്? സിജു, കൊണ്ടോട്ടി RTO ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. അവർ ഏതാണ്ട് 10 മാസത്തോളമായി ഇദ്ദേഹത്തെ നിരന്തരം മടക്കി അയക്കുകയാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് നൽകാതെ മടക്കി അയക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഇതേ ഓട്ടോറിക്ഷയ്ക്ക്, അതായത് ഓട്ടോറിക്ഷയിൽ അധികമായി സ്റ്റീൽ കൊണ്ടുള്ള വർക്കുകൾ ചെയ്തത് കാണിച്ചാണ് ഈ ഫിറ്റ്നസ് നിഷേധിക്കുന്നത്. നേരത്തെ ഇതേ വാഹനത്തിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഏജന്റ് ഇല്ലാതെ നേരിട്ടെത്തിയതാണ് ഇത്തരത്തിൽ ഫിറ്റ്നസ് തടയാനുള്ള, അത് നൽകാതിരിക്കാനുള്ള കാരണമായി യുവാവ് പറയുന്നത്. മുണ്ടംപറമ്പ് കിഴിശ്ശേരി സ്വദേശിയാണ് ഷൗക്കത്ത്. ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് പങ്കുവെച്ചതിന് ശേഷം, 2 കുറിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ചതിന് ശേഷം ഉടൻ തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ പോസ്റ്റ് കണ്ട് സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ടപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടു നൽകും. അതായത് ഇതൊരു അഴിമതിയുടെ ഒരു മുഖം കൂടിയാണ്. ഏജന്റ് വഴി അല്ലാതെ ഈ ഷൗക്കത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സമയം അതാണ് ഈ ഉദ്യോഗസ്ഥർ നിരന്തരം ഫിറ്റ്നസ് നൽകാതെ ഈ പീഡിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കൊണ്ടോട്ടിയിൽ അതിൽ ഏറ്റവും പ്രധാന RTO എന്ന് പറയുമ്പോൾ കൊണ്ടോട്ടിയിലെ അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരിക്കണം. ഏതെങ്കിലും ഘട്ടത്തിൽ RTO നേരിട്ട് കണ്ടിരുന്നോ, പരാതിപ്പെട്ടിരുന്നോ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടോ സ്വാലിഹ്? ഇതുമായി പിന്നീട് അധികമായി പരാതി നൽകുകയോ അതല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുകയോ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. ഇതിലെ ഒരു പ്രധാന കാരണം, നിയമപരമായി ഫിറ്റ്നസ് നൽകാതിരിക്കാനുള്ള സാഹചര്യം MVD ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത്തരത്തിൽ അധികമായി ഘടിപ്പിച്ച ഈ സ്റ്റീലിന്റെ അധികമായി ഘടിപ്പിച്ച ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ വാഹനത്തിന് ഫിറ്റ്നസ് നൽകാതിരിക്കാനുള്ള നിയമമുണ്ട്. അതുകൊണ്ടാണ് നൽകാതിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ ഈ സംഭവം നടക്കുന്നതിനിടയിൽ അവിടെ ഈ ഉദ്യോഗസ്ഥർ മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ഈ ഫിറ്റ്നസ് നൽകുന്നത് തടയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ പരാതിയും എന്താണ് ഇതിന്റെ ഒരു കാരണം എന്നത് സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസും കടന്നിട്ടുണ്ട്. നിയമപരമായി ഇയാൾ ഇത് തടയാനുള്ള സാഹചര്യം MVD ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ നേരത്തെ ഇതിന് ലഭിച്ചിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഈ ഫിറ്റിംഗ്സുകളെല്ലാം ഉള്ള സമയത്ത് 2 തവണ ഈ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഏജന്റ് ഇല്ലാതെ പോയപ്പോഴാണ് ഇങ്ങനെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് വിശദീകരിക്കുന്നത്. അതായത് ഈ അധികമായി വെച്ച സ്റ്റീൽ ഫിറ്റിംഗ്സ്, അതിനെ തുടർന്നാണ് ഫിറ്റ്നസ് നിഷേധിച്ചത്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ എന്തുകൊണ്ട് ഫിറ്റ്നസ് നിഷേധിച്ചു എന്ന് പറയുന്നതിനെ തുടർന്ന് അത് ഒഴിവാക്കിയാണല്ലോ സാധാരണ ചെയ്യാറുള്ളത്. മുൻപൊരു ഘട്ടത്തിൽ ഇതേ സ്റ്റീൽ അധിക ഫിറ്റിംഗ്സ് വെച്ച് ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. മനസ്സിലാകുന്നത് ഈ ഏജന്റ് വഴിയല്ലാതെ ചെന്നതുകൊണ്ട് പീഡിപ്പിക്കാൻ, ഈ ഫിറ്റ്നസ് നൽകാതിരിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിലുണ്ടായ ഉദ്യോഗസ്ഥർ മാറി വീണ്ടും ഉദ്യോഗസ്ഥർ വരുമ്പോഴും ആദ്യ ഉദ്യോഗസ്ഥർ ഈ വിവരം രണ്ടാമത് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടാകണം എന്നുകൂടി മനസ്സിലാകുന്നു. തീർച്ചയായും ഉദ്യോഗസ്ഥർ മാറുമ്പോൾ ഈ ഫയൽ കൈമാറുന്നത് സ്വാഭാവിക നടപടിയാണല്ലോ. പക്ഷേ ഇത് പൊളിച്ചു മാറ്റിയാൽ ഫിറ്റ്നസ് നൽകാം എന്ന് നേരത്തെ ഉണ്ടായിരുന്ന MVD ഉദ്യോഗസ്ഥരും ഇപ്പോഴുള്ള MVD ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ട് എന്ന് MVD ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലും അത്തരത്തിലൊരു പരാമർശമുണ്ട്. ഇത് പൊളിക്കാൻ പറഞ്ഞു എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലുമുണ്ട്. പക്ഷെ അത് പൊളിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല, അത് പൊളിച്ചു നീക്കിയിട്ടില്ല.
അത് തന്നെയാണ് ഈ ഫിറ്റ്നസ് കിട്ടാതിരിക്കാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാരണം പറഞ്ഞാണ് ഇത് നിഷേധിച്ചത്. പക്ഷേ ഈ നിരന്തരമായി ഒരാളുടെ തൊഴിൽ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതമാർഗം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വലിയൊരു മനോവിഷമത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളെന്ന് സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്. വളരെ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റുകളുടെ ലിങ്കുകൾ കൂടി ചേർത്തുള്ള വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചാണ് ഈ ആത്മഹത്യ ചെയ്തത്. സിജു.